ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ ഭഗവതത്തിലെ പ്രഥമസ്കന്ധം 6-ാം അധ്യായത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് നമ്മളുടെ ഈ ഒരു സമർപ്പണത്തിന് യാതൊരു വിഘ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ, ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം. എന്നും മുകുന്ദചരിതാമതമുച്ചരിപ്പാൻ നാവിലെപ്പോഴും അധീശ്വരി വാണിടേണം. അഭേ മാതാവേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം 6-ാം അധ്യായം. സൂത ഉവാച. ഏവം നിശമ്യ ഭഗവൻ ദേവർഷർജന്മകർമ്മജ ഭൂയ പ്രപ്രച്ഛദം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത. വ്യാസ ഉവാച. ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനദ്വേഷ്ട്യഭിസ്തവ വർത്തമാനോ വയസ്യാദ്യേ തതഃ കിം അകരോദ്ഭവൻ. സ്വയംഭുവാ കയാ വൃത്യാ വർത്തിതം തേ പരം വയാ കഥം ചേദം ഉദസ്രാക്ഷി കാലേ പ്രാപ്തേ കലേവരം. പ്രാക്കൽപ്പവിഷയാമേതാം സ്മൃതിം തേ സുരസത്തമാ നഹ്യേഷാ വ്യവധാത് കാലം ഏഷ സർവനിരാകൃതി. സൂതൻ പറഞ്ഞു. ഇത് കേട്ടിട്ടു ഭഗവാൻ വ്യാസൻ സത്യവതീസുതൻ ദേവർഷിതൻ ജന്മകർമ്മസാരം ചോദിച്ചു. പിന്നെയും വ്യാസൻ പറഞ്ഞു. ജ്ഞാനോപദേഷ്ടാക്കൾ ഭിക്ഷുക്കളിൽ നിന്നു വിയുക്തനായി അലഞ്ഞ ബാലകൻ താങ്കൾക്കെന്തിലായി തീർന്നു കൗതുകം. ബ്രഹ്മപുത്ര ഭവാൻ പിന്നീടേതു വൃത്തിയിൽ മഗ്നനായി ദാസി പെറ്റ വപുസ്യം മട്ട് ഒടുവിൽ കൈവെടിഞ്ഞു നീ. പ്രാക്കലസ്മൃതി ദേവർഷേ നശിപ്പിക്കഞ്ഞതെന്തു നീ. ദേഹനിർമുക്തിയോടൊപ്പം വേണ്ടേ സർവനിരാകൃതി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് വച്ചത് എന്താണെന്ന് വെച്ചാൽ ആ നാരദരുടെ പൂർവ്വജന്മത്തെ പറഞ്ഞിട്ട് ആണ്. അപ്പോൾ പൂർവ്വജന്മത്തിൽ ഇങ്ങനെ മുനിമാർ വന്നിട്ട് ബാലനായിട്ടുള്ള ആ കുഞ്ഞിലെ ഭക്തിഭാവത്തെ വളർത്തിയിട്ട് അവന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് കേട്ടിട്ട് എന്നിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയണു ഭക്തി ഉണ്ടാവാൻ ഇത് തന്നെയാണ്. അപ്പം ഭക്തിയാണ് ഉണ്ടാവേണ്ടത്. ഭഗവാന്റെ മഹിമകളെ പാടൂ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അപ്പോൾ കഥ മുഴുവനായില്ല അല്ലേ. ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടി ഞാൻ കഴിഞ്ഞ ജന്മം എങ്ങനെയായിരുന്നു എന്നിട്ട് എന്തേ ഉണ്ടായെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ ആ വേദവ്യാസനും അങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടായി. അതായത് ആ പൂർവ്വജന്മത്തിൽ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായേ, എങ്ങനെയാണ് ഇപ്പോൾ നാരദനായേ എന്നൊക്കെ അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടായിട്ട് വേദവ്യാസൻ ചോദിക്കുന്നു. അങ്ങ് ആ ജ്ഞാനോപദേശിച്ച സന്യാസികൾ അവിടുന്ന് ചാതുർമാസം കഴിഞ്ഞപ്പോൾ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. പോയതിന് പിന്നെ അങ്ങ് ആ ബാലനായിട്ടുള്ള അങ്ങ് എന്താണ് ചെയ്തത്? അതിന് ശേഷമുള്ള കാലത്ത് ഏത് വിധത്തിലാണ് അങ്ങ് പിന്നെ ജീവിച്ചത്? അപ്പോൾ ദാസീപുത്രനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞില്ല. ആ ശരീരം എങ്ങനെയാണ് അത് എപ്പോഴാണ് എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? ആ ശരീരം എങ്ങനെ ഉപേക്ഷിച്ചു? പിന്നെ അതുമാത്രമല്ല, ദാസീപുത്രൻ്റെ ആ അവസ്ഥ കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായതല്ലേ. അപ്പോൾ അത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഓർമ്മ ശക്തി നശിക്കാത്തതിന് കാരണം എപ്പോഴും അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട്. അതായത് അത് ഒരു കൽപ്പത്തിലുണ്ടായതാണ്. കഴിഞ്ഞ കൽപ്പത്തിലാണ് അത് സംഭവിച്ചത്. ഈ കൽപ്പത്തിലും അങ്ങേക്ക് ഇത് ഓർമ്മയുണ്ടല്ലോ. അതെങ്ങനെയാണ്?
അപ്പം സർവ്വത്തിനെയും നശിപ്പിക്കുന്ന കാലസ്വഭാവം അങ്ങനെയാണല്ലോ. എല്ലാം ഉണ്ടാക്കിയിട്ട് സൃഷ്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഒരുമിച്ച് ഇല്ലാണ്ടാവും അല്ലേ. അതോട് കൂടിയിട്ട് എല്ലാം നശിച്ചു പോവില്ലേ. അപ്പോൾ ഈ ഓർമ്മകളും ഒക്കെ നശിച്ചു പോവില്ലേ. അത് അങ്ങേക്ക് എന്താ എങ്ങനെയാണ് ഇപ്പോഴും ഈ ഓർമ്മയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യാസമഹർഷി ചോദിക്കുക. അപ്പം നാരദർ അതിന് മറുപടിയായിട്ട് പറയണു. നാരദ ഉവാച ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനദ്വേഷ്ടഭിർമമ വർത്തമാനോ വയസ്യാദ്യേ തത ഏതദകാരഷം ഏകാത്മജാ മേ ജനനി യോഷീമൂഢാ ച കിങ്കരീ മയാത്മജേനന്യഗതൗ ചക്രേ സ്നേഹാനുബന്ധനം. നാരദൻ പറഞ്ഞു, ജ്ഞാനോപദേഷ്ടാക്കൾ ഭിക്ഷുക്കളിൽ നിന്നും വിയുക്തനായി അലഞ്ഞ ബാലകൻ പിന്നെ ചെയ്തതിമ്മട്ടിലാണു ഞാൻ. പഠിപ്പില്ലാത്ത ദാസിക്കു ഞാനൊറ്റ മകനാകയാൽ അനന്യഗതി ബന്ധിച്ചാൾ അത്യന്ത സ്നേഹവായ്പിനാൽ. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. നാരദൻ പറയാണ്, എനിക്കിതാ ഭിക്ഷുക്കളൊക്കെ അവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയുമോ? എനിക്കും അവരുടെ കൂടെ പോകണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഇറങ്ങി അങ്ങോട്ട് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരൊറ്റ പുത്രനാണ്. അച്ഛനൊക്കെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നേക്കാളും മുമ്പ് അച്ഛനൊന്നും ഇല്ലാണ്ട് എന്നെ ഒറ്റയ്ക്ക് അമ്മ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും സ്നേഹമാണ് എന്നോട്. അപ്പോൾ ആ അമ്മയ്ക്ക് കാരണം അമ്മയ്ക്കാണെങ്കിൽ അറിവില്ല, അങ്ങനെ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും അറിയുമൊന്നുമില്ല. ആ മകൻ എന്ന് മാത്രമേ ഒരു വിചാരമുള്ളൂ. ആ മകന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ജോലി ചെയ്യണതും ആ മകന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും സ്നേഹത്തോട് കൂടിയിട്ടുള്ള ആ അമ്മയെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ സ്നേഹാധിക്യം കൊണ്ട് ഞാനിതാ അവിടെ ബന്ധനസ്ഥനായി എന്ന് പറയാം. സ്വസ്വതന്ത്രാന കൽപ്പാസീത് യോഗക്ഷേമം മമേച്ഛതി ഈശസ്യാഹി വശേ ലോകേ യോഷാദാരുമയീ യഥാ അഹം ച തദ്ബ്രഹ്മകുല ഊഷിവാം തദവേക്ഷയ ദിഗ്ദേശകാലോൽപ്പന്നോ ബാലക പഞ്ചഹായന ഏകദാ നിർഗതാം ഗേഹാദ് ദുഹന്തിം നിശിം ഗാംപതി സർപ്പോഷന്പാദ സസ്പൃഷ്ട കൃപണം കാലചോദിത തദഹമീശസ്യ ഭക്താനം ശമാഭീസ്പഥ അനുഗ്രഹം മന്യമാന പ്രാദിഷ്ടം ദിശമുത്തരാം. ആശിച്ചു നേടിയില്ലെന്നാൽ പരതന്ത്രത കാരണം അമ്മയൻ ക്ഷേമമീശന്നു മരപ്പാവകളെ വരും. മാതൃസ്നേഹാധിയായി ബ്രഹ്മകുലത്തിൽ തന്നെ വാണു ഞാൻ. ദിഗ്ദേശകാലമറിയാ ബാലൻ 5 വയസ്സിലും ഒരന്തിയിൽ പൈക്കറയ്ക്കായി അമ്മ പാവം മുറ്റത്തിറങ്ങവേ സ്പർശിച്ചു കാലിൽ ദംശിച്ചു സർപ്പം കാലപ്രചോദിതം. ഭക്തന്മാർക്ക് ഈശനരുളും ദുഃഖം പോലും അനുഗ്രഹം എന്നാശ്വസിച്ചു ഞാൻ പോയി വടക്കൻ ദിക്കിലേക്കുടൻ. അപ്പോൾ എന്താണ് പിന്നെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയണു, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം ആ അമ്മ എന്നുള്ളൊരു അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോവുക എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ആ ഭഗവാന്റെ കഥകൾ പാടി ഈശ്വരനെ സേവിച്ച് ആ ഋഷീശ്വരന്മാരുടെ കൂടെ നടക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് എനിക്ക് സാധിക്കാത്തത് അമ്മയ്ക്ക് വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അടുത്തുനിന്ന് അമ്മയെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതെൻ്റെ ഒരു ഇതാണല്ലോ. അമ്മയെ ഉപേക്ഷിക്കരുത്. ഒരു മകൻ്റെ കടമയാണ് അമ്മയെ
യുടെ ആ സന്തോഷം എന്നുള്ളത്. അപ്പോൾ അമ്മയുടെ സന്തോഷത്തിനായിക്കൊണ്ട് മാത്രം ഞാനിതാ അവിടെ ആ അമ്മയുടെ കൂടെ അങ്ങനെ കഴിഞ്ഞുകൂടി. പക്ഷേ എൻ്റെ ഉള്ളിലെപ്പോഴും ആ ഈശ്വരനെ ആശ്രയിക്കാനും ആ ഋഷീശ്വരന്മാരെ പോലെ ഏകാന്തത്തിൽ ഇരുന്ന് തപസ് ചെയ്യാനും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാനുള്ള വാഞ്ചയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഇവിടെ ഒരിക്കലും അത് നടന്നിരുന്നില്ല. അമ്മയ്ക്ക് അത്രയും അമിത വാത്സല്യ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കണ്ണടച്ച് ഈശ്വര ധ്യാനത്തിലിരിക്കുമ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് മോനെ എന്ന് പറഞ്ഞ് വിളിച്ചു വരും. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നീ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത്രയും ആ അമ്മയ്ക്ക് അമിതമായിട്ടുള്ളൊരു വാത്സല്യമാണ് ഈ മകനോട്. അപ്പം അങ്ങനെയുള്ള ആ സമയത്ത് അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ വസിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്ധ്യ നേരത്ത് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് അമ്മ ആ വീട്ടിൽ നിന്നും പുറത്തു പോയി. ആ പുറത്തു പോയി അമ്മ ആ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ചവിട്ടിയത് ഒരു പാമ്പിനെ ചവിട്ടിയിട്ട് ആ പാമ്പ് എന്ത് ചെയ്തു, അമ്മയെ കടിച്ചു. അങ്ങനെ അമ്മ മരിച്ചുപോയി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ മരിച്ചു പോയപ്പോൾ എന്തുണ്ടായിരുന്നു, ശരിക്കും ആ അമ്മയുടെ മരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു ബാലനാണല്ലോ, 6 വയസ്സായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ എത്രമാത്രം തളർത്തും, എത്രമാത്രം സങ്കടപ്പെടും എന്നൊക്കെ എത്ര വിഷമിക്കാനല്ലേ. ഇനി ആരും ഇല്ലാണ്ടായി, ആകെ കൂടെ അമ്മയുള്ളൂ, ആ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് അമ്മ ഇല്ലാണ്ടായി എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ എത്ര ദുഃഖം ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെയാണ് ലോകം, ഇങ്ങനെയാണ്, ഇതൊക്കെ ദൈവഹിതമാണ്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കണ നേരത്തെ സംഭവിക്കും. ഈ പുറമേക്ക് കാണുന്നതൊക്കെ ഒരു മായ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഋഷീശ്വരന്മാർ പറഞ്ഞത് വേണ്ടതുപോലെ ആഗ്രഹിച്ചത് കൊണ്ട് ആ അമ്മയുടെ നിയോഗമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ഇനി തൻ്റെ കർമ്മബന്ധങ്ങളൊക്കെ വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് ഇനി എനിക്ക് സ്വതന്ത്രമായിട്ട് ഈശ്വര പൂജ ചെയ്യാം, ഈശ്വര സ്മരണയിലിരിക്കാം എന്ന് കരുതിക്കൊണ്ട് വടക്കേ ദിക്ക് നോക്കിയിട്ട് പുറപ്പെട്ടു എന്ന് പറയാം. സ്പീതാഞ്ജനപദാംസ്തത്ര പുരഗ്രാമവ്രജാകരാൻ ഖേടഗർവടവാടീശ്ച വനാന്യുപവനാനി ച ചിത്രധാതു വിചിത്രാദ്രിനിഭഗ ഭഗ്നാ ഭുജദ്രുമാൻ ജലാശയാൻ ശിവജലാൻ നളിനീ സുരസേവിതാം ചിത്രസ്വനൈ പത്രരഥൈർ വിഭ്രമശ്രിയാ നളവേണുശരസ്തംഭ കുശകീചകാഗഹ്വരം ഏവാദിയദോഹം മദ്രാക്ഷം വിപിനം മഹത് ഘോരം പ്രതിഭയാകാരം വ്യാളോലൂക ശിവാചിരം പുരം ഗ്രാമം ജനപദം ഗോകുലം ഖനിതാഴ്വര കാട് കുറ്റിക്കാട് മല പൂന്തോട്ടം കൃഷി കണ്ടു ഞാൻ ചിത്രധാതു വിചിത്രാദി ഗജഭഗ്നദ്രുമാവലി സുരസേവിതമാം പൊയ്ക തെളിഞ്ഞ നളിനീ ജലം കൂജനം ചെയ്യും കിളികൾ പറക്കും കരിവണ്ടുകൾ ഓട വഞ്ചി മുളങ്കൂട്ടം കേദാരം കുശഗഹ്വരം ഒറ്റയ്ക്കു താണ്ടിക്കണ്ടേ ഞാൻ വിപിന ഘോരത പാമ്പുകൂമൻ കുറുക്കന്മാരാടും ഭീഷണകേളികൾ. മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ അല്ലേ, എന്തൊരു മാതിരി മനസ്സിലാവണേ. നമുക്കത് വായിക്കുമ്പോഴേക്കും നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അതായത് വടക്ക് ദിക്കിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ധനസമൃദ്ധിയുള്ള ദേശങ്ങൾ, രാജധാനികൾ, ഗ്രാമങ്ങൾ, ബ്രാഹ്മണന്മാർ, പശുക്കളെ വളർത്തുന്നവർ, വ്രജങ്ങൾ, വജ്രങ്ങൾ, രത്നങ്ങൾ, സ്വർണം, വെള്ളി തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കുഴിച്ചെടുക്കുന്ന ഖനികൾ, അങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു. പിന്നെ ചില സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ വലിയ വലിയ വാസസ്ഥാനങ്ങൾ, പിന്നെ കാടുകൾ കണ്ടു, പിന്നെ ഗർവടങ്ങൾ, കവുങ്ങുകൾ, തെങ്ങുകൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടു, ഫലവൃക്ഷങ്ങൾ, പൂച്ചെടികൾ, അങ്ങനെയുള്ളതൊക്കെ അതിലൂടെയൊക്കെ നടന്നു. പിന്നെ വനങ്ങളും ഉപവനങ്ങളൊക്കെ കണ്ടു. പിന്നെ അതിമനോഹരമായിട്ടുള്ള നാനാവർണ്ണത്തോടു കൂടിയിട്ടുള്ള പർവ്വതങ്ങൾ, കാട്ടാനകൾ,
പിന്നെ ഇതാ കാട്ടാനകളൊക്കെ വന്നിട്ട് മരങ്ങളൊക്കെ ഒടിച്ചിട്ടുള്ള കൊമ്പുകളോടുകൂടിയുള്ള മരങ്ങൾ, തെളിഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ, തടാകങ്ങൾ, അങ്ങനെയുള്ള കുറേ അനവധി എന്ന് വെച്ചാൽ ഭൂമിയിലെ അങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങനെ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ വഴിയിലൂടെ കാണുന്ന കാഴ്ചകളാണ് ഈ പറയണത്. അങ്ങനെ ഏകനായിട്ട് ഇങ്ങനെ കടന്ന് വലിയ ഒരു കാട്ടിലേക്ക് എത്തി. അവിടെ മുളകളുണ്ട്, കരിങ്ങാലികളുണ്ട്, ദർഭപ്പുല്ല് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഭയം ജനിപ്പിക്കുന്ന പാമ്പുകൾ, കൂമൻ കുറുനരികൾ, അങ്ങനെയുള്ള അവരുടെയൊക്കെ കളിസ്ഥലം കൂടിയായിരുന്നു ഈ ഒരു കൊടുങ്കാട്. ആ കാടും ഞാൻ കണ്ടു എന്ന് പറയാണ്. പരിശ്രാന്തേന്ദ്രിയാത്മാഹം തത്പരീതോ ബുഭുക്ഷിത സ്നാത്വാ പീത്വാ ഹൃദേനദ്യോ ഉപസ്പൃഷ്ടോ ഗതശ്രമ തസ്മിൻ നിർമനുജേരണ്യേ പിപ്പലോപസ്ഥാസ്ഥിത ആത്മനാത്മാനമാൽപസ്തം യഥാശുതമചിന്തയം ധ്യായതശ്ചരണാംബോജം ഭാവനിർജിതചേതസ ഔത്കണ്ഠ്യാശ്രുകുലാക്ഷസ്യ ഹൃദ്യാസിന്മേഷനൈർഹരി പ്രേമാധിപരനിർഭിന്ന പുളകാംഗോ അതിനിർവിത ആനന്ദസംപ്ലവേലീനോ നാപശ്യമുഭയം മുനേ. അങ്ങനെ കുറേ സ്ഥലത്തൂടെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ്. നടന്നിങ്ങനെ പോയി കഴിഞ്ഞിട്ട് കാട്ടിൽ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നല്ലൊരു തടാകം കണ്ടു. അവിടെ ചെന്നിട്ട് കയ്യും കാലും മുഖങ്ങളൊക്കെ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച്, ആ തടാകത്തിലെ വെള്ളമൊക്കെ കുടിച്ച് ദാഹവും വിശപ്പൊക്കെ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, ആ നദിയിൽ ഇറങ്ങിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ച് ആ നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ആ ക്ഷീണമൊക്കെ തീർന്നു. ആ ക്ഷീണം തീർന്നപ്പോൾ എന്ത് ചെയ്തു, ജനസഞ്ചാരമില്ലാത്ത ആ ഘോരവനത്തിലെ ഒരു വലിയ ആല് കണ്ടു. ആ ആലിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അന്ന് ആ ചാതുർമാസ്യത്തിൽ വന്ന ഋഷീശ്വരന്മാർ പറഞ്ഞ ഈശ്വരൻ്റെ സ്വരൂപത്തെ ഇങ്ങനെ ഹൃദയകമലത്തിൽ ഇങ്ങനെ ധ്യാനിക്കുന്ന ആ പരമാത്മാവിനെ പറ്റിയിട്ട് മാത്രം ചിന്തിച്ചു. അവർ പറഞ്ഞ അതിമനോഹരമായ രൂപത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കുകളെ ചെവിയിലൂടെ ഇങ്ങനെ ചിന്തയിലൂടെ ഇങ്ങനെ മുഴങ്ങുകയാണ്. അതിനെ ഉള്ളിൽ ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ചിന്തയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചലനമില്ലാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഭഗവാന്റെ പാദകമലങ്ങളെ ധ്യാനിക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപത്തെ കാണാനുള്ള കൊതി കൊണ്ട് ആ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് വരാൻ തുടങ്ങി. കണ്ണിങ്ങനെ അടച്ചിരിക്കുകയാണെങ്കിൽ അടഞ്ഞ കണ്ണിൽ നിന്ന് ആ വെള്ളം ധാരധാരയായിട്ട് കൊതി കൊണ്ട്, കരയല്ല, ആ ഭഗവാനെ കാണാനുള്ള ഇച്ഛ കൊണ്ട്, ആഗ്രഹം കൊണ്ട് കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയ ആ അവസരത്തിൽ ഹൃദയത്തിലെ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള ആ പാദങ്ങളെ കണ്ടു. ആ നഖചന്ദ്രികകളൊക്കെ തിളങ്ങുന്ന അതിമനോഹരമായ പാദങ്ങൾ, ആ പാദത്തിൽ അതിസുന്ദരമായിട്ടുള്ള ആ പാദസരങ്ങൾ, സുന്ദരമായിട്ടുള്ള കണങ്കാലുകളെ കണ്ടു. പിന്നെ അതിസുന്ദരമായിട്ടുള്ള ആ മഞ്ഞപ്പട്ട് വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഭഗവാന്റെ അരക്കെട്ട്, നാഭി കണ്ടു. ആ ഭഗവാന്റെ അതിമനോഹരമായ വനമാലകളും മുത്തുമാലകളും സ്വർണ്ണമാലകളൊക്കെ ചാർത്തിയിട്ടുള്ള ആ ഭഗവാന്റെ മാറിടം കണ്ടു. അതിമനോഹരമായിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള ആ തൃക്കൈകളെ കണ്ടു. ആ കണ്ഠത്തിൽ അണിഞ്ഞിട്ടുള്ള ആ കൗസ്തുഭമണി കണ്ടു. മനോഹരമായ പുഞ്ചിരി കണ്ടു. അതിസുന്ദരങ്ങളായിട്ടുള്ളതും ആ കാരുണ്യ സമുദ്രം അലയടിക്കുന്നതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണോ, ആ കാരുണ്യത്തിൻ്റെ ആ തിരമാലകൾ അടിച്ചിട്ട് ആ കാരുണ്യം വർഷിക്കാൻ വേണ്ടി നിൽക്കുന്ന അതിമനോഹരമായ കണ്ണുകൾ, ആ മകരകുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുള്ള കാതുകളെ കണ്ടു. ആ മനോഹരമായിട്ട് ആ ഗോപിക്കുറി അണിഞ്ഞിട്ടുള്ള തിരുനെറ്റി കണ്ടു. ആ സുന്ദരമായിട്ട് ആ മയിൽപ്പീലി ചൂടിയിട്ടുള്ള ആ സുന്ദരമായിട്ടുള്ള ആ ഭഗവാന്റെ ആ തിരുമുടിയൊക്കെ കണ്ട് ആ പാദാദികേശം ഒരു മിന്നൽ പോലെ. ഇത് ഇങ്ങനെ പറയുമ്പോൾ എടുക്കണം നേരമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ പറയാൻ ഒന്ന് മിന്നി ആ രൂപം അങ്ങോട്ട് കണ്ടു. അപ്പം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായി. ഒന്ന് മിന്നി മറിയാന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ഒരു
പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന സാധനം കണ്ടു, പിന്നെ അതങ്ങോട്ട് മറിയില്ല. അതുപോലെ ഒന്ന് മിന്നി മറഞ്ഞു, ആ രൂപം മിന്നി മറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കാണുന്ന ആ ഒരു രൂപം കണ്ട നിമിഷത്തിൽ ശരീരം മുഴുവനും പുളകത്തോട് കൂടിയിട്ട് ആനന്ദത്തിൻ്റെ അമിതമായ വേലിയേറ്റെന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു പെട്ടെന്ന് അത് അനുഭവിക്കാനുള്ള സമയം പോലും അത് കാണാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു നിമിഷം കൊണ്ട് ഷോക്ക് അടിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഷോക്ക് അടിച്ച ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ അല്ലേ? നമുക്കൊക്കെ അങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ പറ്റും, പക്ഷേ ശരിക്കും ഷോക്ക് അടിച്ച ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ആ ഭഗവാന്റെ ആ ഒരു രൂപത്തിനെ കണ്ട മാത്രയിൽ ശരീരത്തിലുണ്ടായ അവസ്ഥകളെ അനുഭവിച്ച ആ നാരദമഹർഷി പറയുന്നു. പക്ഷേ ഇത് പറയാൻ എത്രയോ സമയം എടുക്കേണ്ടത്. അത് അനുഭവിച്ചത് കേവലം ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന ഒരു ഇമ പൂട്ടണ ആ ഒരു സമയം, ആ ഒരു സമയം കൊണ്ട് അത് കാണുകയും ചെയ്തു, മറിയുകയും ചെയ്തു, അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയുള്ള പരമപ്രേമം കൊണ്ട് ആ ഒരു പരമാനന്ദത്തിൽ അങ്ങ് ലയിക്കുമ്പോഴേക്കും ആ ഹരിയുടെ സ്വരൂപത്തെ കാണാണ്ടായി. ശരീരബോധം മറന്നുകൊണ്ട് അങ്ങോട്ട് ആ ആത്മാനന്ദത്തിൽ മുഴങ്ങാൻ നേരം കിട്ടില്ല. അപ്പോഴേക്കും വീണ്ടും അതുള്ളിൽ നിന്ന് ആ രൂപത്തിനെ മറഞ്ഞു പോയി എന്ന് പറയാണ്. രൂപം ഭഗവതോ യത്തന്മനഃകാന്തം ശുചാപഹം അപശ്യൻ സഹസ്രോദസ്തേ വൈക്ലവ്യാദുർമന ഇവ ദിദിഷുസ്തതഹം ഭൂയാ പ്രണിധായ മനോഹൃതി വീക്ഷമാണോ ബീനാപശ്യം അവിതൃപ്ത ഇവാതുര ഏവം യദന്തം വിജനേ മമാഹ ഗോചരോ ഗിരം ഗംഭീരശ്ലഷ്ണയാ വാചാ പ്രശമയന്നിവ. അങ്ങനെ ആ മനസ്സിനെ അത്യധികം ആനന്ദിപ്പിക്കുന്നതും ശരീരത്തിൻ്റെ ആ ശരീരത്തെ ബോധം പോലും മറന്നുകൊണ്ട് ആ ആത്മാനന്ദത്തിനെ പ്രദാനം ചെയ്യുന്ന ആ രൂപം, ഭഗവത് രൂപത്തെ കാണാണ്ടായപ്പോൾ ഉണ്ടായ ഒരു ദുഃഖം പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത്രയും എല്ലാ വിധത്തിലും മോഹിതനായിട്ട് പോയി. എന്താ പറയുക, നമ്മളുടെ എല്ലാ നമ്മൾ പറയാം, നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, ഇത്രയും അല്ലെ ചെറിയൊരു സാധനം നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മൾ ബോധം കെട്ടു വീഴുന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങനത്തെ ഒരവസ്ഥയിലായി നാരദര്. ഈ ഭഗവാന്റെ ആ രൂപം, ആ പാരവശ്യം തളർന്നു പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആലസ്യം തെളിഞ്ഞു, ആലസ്യത്തിൽ വീണുപോയി. ആ ആലസ്യം തെളിഞ്ഞിട്ട് ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ സങ്കടം കൊണ്ട് മോഹാത്സ്യപ്പെട്ട് വീണു. എന്നിട്ട് ആ മോഹാത്സ്യം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭഗവത് രൂപത്തെ കാണാനുള്ള കൊതി കൊണ്ട് പിന്നെയും എങ്ങനെയാണോ ഇപ്പോൾ ആദ്യം ഇരുന്നത് അതുപോലെ ആ ഹൃദയത്തിനെ ഏകാഗ്രമാക്കിയിട്ട് ആ ഭഗവാന്റെ രൂപത്തെ ചിന്തിച്ചുകൊണ്ട് ആ ഋഷീശ്വരന്മാരുടെ വാക്കുകളെ കേട്ടുകൊണ്ട് കുറേ പല തവണയും അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും പിന്നീട് കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ വളരെയധികം സങ്കടമായി അങ്ങനെ വന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ആ ഭഗവാനെ കാണാണ്ട് പറ്റില്ല. ഒരു തവണ കണ്ടാൽ പിന്നെ നമുക്ക് ആ ഭഗവാന്റെ ആ ഭാവത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പരിശ്രമം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആ പരിശ്രമം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഇതുവരെ രൂപമാണ് കണ്ടത് അല്ലേ. ഇപ്പം ഭഗവാന്റെ ആ സ്വരം, ശബ്ദത്തിനെ ഈശ്വരൻ അതിഗംഭീരമായതും മൃദുവായതുമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് എല്ലാ വിഷമങ്ങളെയും ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ശബ്ദം കൂടി രൂപം കണ്ടു. ഇതാ ശബ്ദം കേൾക്കുകയാണ് അവിടെ നാരദര്. ആ അതിമനോഹരമായിട്ടുള്ള ശാന്തഗംഭീരമായിട്ടുള്ള പ്രേമസ്വരൂപമായിട്ടുള്ള പ്രേമം നിറഞ്ഞ ആ ഈശ്വരൻ്റെ ആ വാക്കുകളേതാ അശരീരിയായിട്ട് അവിടെ കേൾക്കുകയാണ് ചെയ്യണത്. ഹന്താസ്മിൻ ജന്മനി ഭവാൻ നമാം ദൃഷ്ടും ഇഹാർഹതി അവിപക്വകഷായാണം ദുർദശോഹം കുയോഗിനം സമ്യക് യദർശിതം രൂപം ഏതത് കാമായതേ നഖാ മത്കാമശ
ദർശനകൈ സാധു സർവാൻ മുഞ്ചതീയുച്ഛയാൻ. അപ്പോൾ ആ ഒരു സമയം ഭഗവാനെ, ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഭാഗവതത്തിൽ ഇങ്ങനെ ലയിച്ചിരുന്നിട്ട് എന്തുണ്ടായി, കുറച്ച് ഭാഗങ്ങൾ ഈ അക്കിത്ത ഭാഗവതം വായിക്കാൻ മറന്നുപോയോ എന്നൊരു സംശയം. എന്തായാലും 15ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ വായിച്ച 23ാമത്തെ ശ്ലോകം വരെയുള്ളത് ഇപ്പോൾ ഒന്ന് വായിക്കാം കേട്ടോ. ക്ഷമിക്കണം എല്ലാവരും. ഇതൊക്കെ ആ ഭഗവാന്റെ ഇച്ഛയാണ്. അതിലിങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ മറന്നു പോവുക. നദീജലത്തിൽ കുളിച്ചൻ സ്നാനപാനാദിപചര്യയാൽ പ്രശാന്തേന്ദ്രിയാത്മൻ ഞാൻ തീർത്തൻ തൃഷ്ണ ബുഭുക്ഷയും മനുഷ്യരില്ലാത്ത കാട്ടിൽ അരയാൽ കീഴിൽ മേവി ഞാൻ. എന്നാൽ ദൈവികതയെ ഉപാസിച്ചു യഥാശ്രുതം ഭക്തി നിർഭരമാം ഹൃത്തിൽ ധ്യാനിച്ചു ചരണാംബുജം. ഉത്കണ്ഠയുടെ കണ്ണീരിൽ ദൃഷ്ടനായി ഭഗവാൻ ക്രമാൽ പ്രേമാതിപര നിർഭിന്ന പുളകാങ്കൻ സുനിർവൃതൻ ആനന്ദ നിർമ്മഗ്നാം ഞാൻ ദ്വന്ദ്വാനിർമുക്തനായി മുനെ. എന്നിട്ടാകർഷകം പാപഹരം ദിവ്യദർശനം മറഞ്ഞപ്പോൾ എണീറ്റ് കലങ്ങിയ മനസ്സോടെ ഹൃത്തിൽ തളച്ചു വീണ്ടും ഞാൻ ദർശനാർത്ഥി മനസ്സിനെ കാണേണ്ടതപ്പോൾ കാണാഞ്ഞു. വീണ്ടും ദുഃഖിതനായി ഞാൻ വീണ്ടും ശ്രമിച്ചപ്പോൾ എന്നെയാ വാഗഗോചരൻ കളഗംഭീരമൊഴിയോട് ആശ്വസിപ്പിച്ചതിങ്ങനെ. ഇല്ലങ്ങേക്കിനി ഈ ജന്മം എന്നെ കാൺമതിനർഹത. അവിപക്വ കഷായന്മാർ കാണില്ലെന്നെ കുയോഗികൾ. എന്നിൽ പ്രിയം വരാൻ രൂപം കാട്ടിത്തന്നേൻ ഒരിക്കൽ ഞാൻ. എന്നിൽ പ്രീതൻ കൈവിടുന്നു സർവവാസനയും ക്രമാൽ. ഗുരുവായൂരപ്പ ഇത് ഇങ്ങനെ ഒരുമിച്ച് വായിക്കണം എന്നാവും ഭഗവാന്റെ ഇച്ഛ. അതുകൊണ്ടാവും മറന്നു പോയത്. അപ്പോൾ പറയാണ് ഹന്താസ്മിൻ പറയണു. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ പറയാണ് ഭഗവാൻ പറയാണ്, ഈ ജന്മത്തിൽ ഇനി അങ്ങേക്ക് എന്നെ കാണാനായിട്ട് സാധിക്കില്ല. ആ കാമാദി ദോഷങ്ങൾ നിശേഷം നശിച്ചിട്ടില്ല ഉള്ളിൽ. അതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്. അത് പൂർണ്ണമായിട്ട് അല്ലേ, നമ്മുടെ ഉള്ളിൽ അഴുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആ അഴുക്കുകളെയൊക്കെ കളഞ്ഞ് നല്ലോണം തേച്ച് കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ ആ തിളക്കത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഈശ്വരനെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇനിയും മാലിന്യമൊന്നും നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ ജന്മം ഇനി കാണാൻ പറ്റില്ല. ഉള്ളിലെ ആ കാമാദി ദോഷങ്ങൾ നശിച്ചിട്ടില്ലാത്ത കുയോഗികൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ എന്നാൽ പിന്നെ എന്തിനാ ഈ രൂപത്തെ കാണിച്ചു തന്നതെന്ന് വിചാരിച്ചാൽ അത് ആ ഋഷീശ്വരന്മാരുടെ കൂടെ ഇരുന്നിട്ട് ആ ഭഗവാന്റെ കഥകൾ കേൾക്കാനും അതിലേക്ക് താല്പര്യം കാണിച്ച ജീവനെ അല്ലെ, ഒരു ജീവൻ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭഗവാൻ 10 അടി ഓടി വരും നമ്മുടെ മുമ്പിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉള്ളിലുള്ള ആ ഒരു ഈശ്വര പ്രേമുണ്ടല്ലോ, ആ പ്രേമത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഈ ഒരു രൂപമാണ് എന്നെ എന്നെ സ്മരിച്ചോളൂ, എന്നെ അനുഭവിക്കണമെങ്കിൽ എന്നെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കൂ. അപ്പം അങ്ങനെ സ്മരിച്ച് ഉള്ളിലുള്ള എല്ലാ കർമ്മവാസനകളൊക്കെ ഒടുങ്ങിയിട്ട് ആ ഹൃദയം പരിശുദ്ധമാകുമ്പോൾ എന്നെ ആ ഹൃദയത്തിൽ എപ്പോഴും തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് രൂപത്തെ ഒരിക്കൽ കാട്ടിയത് അതിൽ ആഗ്രഹം ഉണ്ടാവാൻ, ആ രൂപത്തിൽ കൊതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എന്നിൽ ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള പുരുഷൻ്റെ മനസ്സിൽ ഇനി കാമാദി ദോഷവൃത്തികളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. കാരണം എന്താ, ഏറ്റവും നല്ലത് അല്ലേ, ഏറ്റവും ഇതിലും വലുതായിട്ട് ഒന്നും നേടാനില്ല. അത്രയും ആനന്ദത്തെയാണ് ആ ഒരു
കണ്ണടച്ച് തുറക്കുന്ന ഒരു നിമിഷം പോലെ ആ ഒരു സമയം കൊണ്ട് അനുഭവിച്ചത്. അതേ അനുഭവമാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ജീവനും. അതുകൊണ്ടാണ് നമ്മൾ സുഖത്തെ തേടി 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 ഒന്നും നമുക്ക് സുഖം തരുമെന്ന് വിചാരിക്കണു, പിന്നെ അതല്ല അതിനെ ഉപേക്ഷിച്ചു അടുത്തത് നോക്കണു. അങ്ങനെ നമുക്ക് ഓരോന്നും സുഖം. ആദ്യമൊക്കെ സുഖമാണെന്ന് തോന്നും, പിന്നെ അത് സുഖമല്ല, അപ്പം അതിനേക്കാളും വലുത് വേറെ നോക്കി നോക്കി പോണത് എന്താ? അതിലൊന്നുമല്ല. യഥാർത്ഥമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് ആ പരമാനന്ദത്തെയാണ്. ആ ആനന്ദത്തിന് ഉള്ള ആ അഭിരുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ആ ദർശനം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആ ദോഷവൃത്തികളൊക്കെ അതുകൊണ്ട് നശിക്കും എന്ന് പറയാണ്. അടുത്ത ശ്ലോകം. തത്സേവയാ ദീർഘയാ തേ ജാതാമയീ ദൃഢാമതി ഹിത്വാവദ്യമിമം ലോകം ഗന്ധാമജ്ജന താമസി മതിർമയീ നിബന്ധേയം ന വിബദ്ധ്യേത കർഹജിത് പ്രജാസർഗനിരോധേപി സ്മൃതിശ്ചാമതനുഗ്രഹാത്. എന്നിൽ പ്രിയം വരാൻ രൂപം കാട്ടിത്തന്നേനൊരിക്കൽ ഞാൻ എന്നിൽ പ്രീതൻ കൈവിടുന്നു സർവവാസനയും ക്രമാൽ അധീർഘ സൽസേവയാൽ നീ എന്നിൽ നേടി ദൃഢപ്രിയം നിന്ദ്യമിദ്ദേഹം വെടിഞ്ഞിട്ടെങ്ങൻ പാർഷദനായി വരും. എന്നിൽ ബന്ധിതാമീ ബുദ്ധി പൊട്ടില്ലിനിയൊരിക്കലും പ്രളയാൽ പരവും നിൽക്കും എന്നും എന്നനുഗ്രഹം ഈ സ്മൃതി. അപ്പോൾ ഒരു ചോദ്യത്തിന് ചോദിച്ചതിൻ്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്താ ചോദിച്ച വേദവ്യാസര്? ഒരു കൽപ്പം കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായ കാര്യം അങ്ങേക്ക് എങ്ങനെ ഓർമ്മ വന്നു എന്ന് ചോദിച്ചു അല്ലേ? ആ ചോദ്യത്തിനുള്ള ആ ഉത്തരം കൂടിയാണ് പറയണത്. അതായത് ഇപ്പോൾ അങ്ങ് ചെറിയ ഇത് തൊട്ടിട്ട് കേട്ട ചെറിയ ബാലനായിരിക്കുമ്പോൾ കേട്ട് ഉണ്ടായ ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭാവത്തിന് ലോകം മുഴുവനും നശിച്ച് രണ്ടാമതും സൃഷ്ടി വരുന്ന കാലത്തും ഈ ഓർമ്മയ്ക്കൊന്നും നാശം സംഭവിക്കില്ല. ഒരിക്കലും രൂപത്തെ കാട്ടിയത് ആഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇനി എല്ലാ ദോഷവൃത്തികളും നശിക്കും. അപ്പോൾ ആ ഒരു എന്നോടുള്ള ഈ പ്രേമ ഭക്തിക്ക് ഒരിക്കലും അങ്ങക്ക് ദോഷം വരില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈ അടുത്ത സൃഷ്ടികാലത്ത് എന്തുണ്ടാവും? അങ്ങക്ക് ഈ ഇന്നത്തെ ഈ ഒരു എൻ്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ടുള്ള കാരണഭൂതനായിട്ടുള്ള ഈ ഒരു ജന്മം ഉണ്ടല്ലോ, ആ ജന്മത്തിൻ്റെ സ്മൃതി ഒരിക്കലും നശിച്ചു പോവില്ല. ഭഗവത് ഭജനത്തിൻ്റെ മഹിമ അതാണ് ഇവിടെ പറയണത്. അപ്പോൾ ആ കർമ്മഫലം ക്ഷയിക്കുന്നതും ഭഗവത് ഭജനം നശിക്കാത്തതുമാണ്. അപ്പോൾ എത്ര കൽപ്പം കഴിഞ്ഞാലും അതിൻ്റെ ആ ഇത് നശിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആ നശിക്കാത്ത ഈശ്വരൻ്റെ സേവിച്ചാൽ അതിൻ്റെ ആ പുണ്യം ഒരിക്കലും നശിക്കില്ല. അപ്പം അതുകൊണ്ട് ഈ ജന്മമല്ല, ഇനിയിപ്പോൾ അടുത്തതിൽ അങ്ങ് എൻ്റെ പാർഷദനായിട്ട് തന്നെ തീരും. അങ്ങനെ തീരുമ്പോഴും പൂർവ്വജന്മസ്മൃതി അങ്ങയിലുണ്ടാവും. കാരണം എന്താ? ആ സ്മൃതി ഉണ്ടാവും തോറും ആ ഭഗവാനോടുള്ള പരമമായ പ്രേമം കൂടി വരികയേ ചെയ്യുള്ളൂ. അതിന് ഒരിക്കലും ഇനി ച്യുതി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതാണത്. ഏതാവദുക്തോ പരരാമ തന്മഹദ്ഭൂതം നഭോലിംഗമലിംഗമീശ്വരം അഹം ച തസ്മൈ മഹതാം മഹീയസേ ശിഷ്ണാവനാമം വിധതേനുകമ്പിത നാമാനന്ദസ്യ ഹതത്ര പഠൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി ജസ്മരൻ ഗാംഭര്യടൻ തുഷ്ടമനാ ഗതസ്പൃഹ കാലം പദീക്ഷൻ വിമതോ വിമത്സര. ഇതും പറഞ്ഞേ വിരമിച്ചതൻ മഹദ്ഭൂതൻ നഭോരൂപനരൂപനീശ്വരൻ മഹാമഹീയസതിനെ ശിരസിനാൽ നമിച്ചു ഞാൻ നിന്നു നിജാനുകമ്പയൽ നാമങ്ങളലജ്ജമുച്ചരിച്ചാഗുഹ്യ ഭദ്രൈശ്വര കേളിയോർത്തുമേ ഞാൻ നാടു ചുറ്റി സസുഖൻ ഗതസ്പൃഹൻ കാലം വരാനായി വിമതൻ വിമത്സരൻ. ഇതിനൊന്നും അർത്ഥം പറയണ്ടാൽ എന്താ സുഖം വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ
ആ ഭഗവാൻ ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു പോയി. ഭഗവാന്റെ ശബ്ദമാണല്ലോ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആകാശത്തിലെ അന്ന് കേട്ട ആകാശവാണി നിലച്ചു. ആകാശവാണി നിലച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞുല്ലോ, ഇനി എന്നെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കൊതിയോട് കൂടിയിട്ട് കാത്തുകൊണ്ട് ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കാത്തുകൊണ്ട് ഈ ശരീരം എപ്പോഴാണോ തന്നെ വിട്ടു പോകുന്നത് അതുവരെ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ച് ഭഗവാന്റെ കഥകളെ പാടി ഭഗവാനെ പറ്റിയിട്ട് ആ ലീലകളെ സൂചിപ്പിക്കുന്ന ആ നാമങ്ങളെയൊക്കെ ഉറക്കെ ലജ്ജ കൂടാണ്ട് ഉറക്കെ പാട്ട് പാടി ആൾക്കാരുടെ ഒക്കെ മുന്നിലൂടെയൊക്കെ ഇങ്ങനെ പാട്ട് പാടിയിട്ടും കയ്യടിച്ച് പാട്ട് പാടിയിട്ടും ആ ഭഗവാന്റെ കഥകളെ പറഞ്ഞുകൊണ്ടുമൊക്കെ ഇങ്ങനെ നടന്നു. ഒരിക്കലും ഒരു ലജ്ജയൊന്നും ഇല്ലാണ്ട് അങ്ങനെ നടന്നു. അങ്ങനെ ഓരോരോ അവസരത്തിൽ ഓരോരോ മംഗളകർമ്മങ്ങളെ ഭഗവാന്റെ അനേകം ലീലകളുണ്ടല്ലോ, ഓരോ ദിക്കിലും ഇരുന്ന് ഭഗവാന്റെ ലീലകളെ ഉറക്കെ ഇങ്ങനെ പറയാനും പാടാനും ആടാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആ അവസ്ഥകളിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അങ്ങനെ ഒന്നിനെയും ആഗ്രഹിക്കാണ്ടും ഒന്നിനോടും മതമാത്സര്യങ്ങളൊന്നും ഇല്ലാണ്ടും ആ മനസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് എപ്പോഴാ ഈ ശരീരം വീണു പോകുന്ന ആ നിമിഷം വരെ മറ്റൊന്നിലേക്കും മനസ്സും നീങ്ങാതിരിക്കാൻ എപ്പോഴും ഈശ്വര സ്മരണയോട് കൂടിയിട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി എന്ന് പറയാം. ഏവം കൃഷ്ണമതേർബ്രഹ്മന്നസക്തസ്യാമലാത്മന കാലപ്രാദുരഭൂത്കാലേ തടിസൗദാമനീയതാം പ്രായുജ്യമാനേ മയിതാം ശുദ്ധാം ഭാഗവതീം തനും ആരബ്ധകർമ്മനിർവാണോ ന്യപതൻ പാഞ്ചഭൗതിക കൽപ്പാന്തേ ഇതമാദായ ശയാനെ അംബസ്യുധന്വത അനുപ്രാണം വിവേശാന്തരഹം വിഭോ സഹസ്രയുഗപര്യന്ത ഉത്ഥായേതം ശുശ്രൂഷിത മരീചിമുഖ്യാർഷയ പ്രാണേഭ്യോഹം ജഞ്ജിരേ. ശുദ്ധ കൃഷ്ണാർപ്പിത മനസ്സായി ഞാൻ അസക്തനും സൗദാമിനി തടിത്തായി വന്നു മരണകാലവും എൻ മെയ്യിൽ ഐശ്വര്യം ശുദ്ധി വളർന്നിടുക കാരണം ആരബ്ധകർമ്മം കുറുകി പൊഴിഞ്ഞു പഞ്ചഭൗതികം കൽപ്പാന്ത ജലസംശായിക്കുള്ളിലേക്കു കുതിക്കുവാൻ വെമ്പും ബ്രഹ്മാവിനകത്തേക്കനുപ്രാണിതനായി ഞാൻ ചതുര്യുഗ സഹസ്രം പോയി വിധി സൃഷ്ടിക്കണീക്കവേ തദിന്ദ്രിയാൽ ഭിന്നൻ അത്രീ മരീചി മഹർഷിക്കളൊത്തു ഞാൻ അസ്കന്ധിതവ്രതനിവൻ ത്രിലോകാന്തർബഹിശ്ചരൻ മഹാവിഷ്ണുപ്രീതിയാലിന്ന അവിഘാത സദാഗതി അന്തർബഹിശ്ച ലോകസ്മിൻ അസ്കന്ദിതവ്രത അനുഗ്രഹാൻ മഹാവിഷ്ണോർ അവിഘാതാദ്ഗതി ക്വചിത്. അങ്ങനെ ആ ബാലൻ തൻ്റെ ജീവിതചര്യ പിന്തുടർന്നു. ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ആ ആനന്ദത്തിൽ മുഴുകി ഇങ്ങനെ നടന്നിട്ട് അവസാനം തൻ്റെ ആ ശരീരം വിട്ടുപോകാനുള്ളൊരവസ്ഥ വന്നപ്പോൾ ആ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ ജീവൻ എന്ത് ചെയ്തു? ആ ശ്രീനാരായണനിൽ തന്നെ പാർഷദനായിട്ട് ആ ശ്രീനാരായണനിൽ തന്നെ വിലയം പ്രാപിച്ചു. അപ്പോഴേക്കും ആ യുഗമൊക്കെ അവസാനിച്ചു, കൽപ്പം ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത കൽപ്പം തുടങ്ങുന്ന സമയത്ത് ആ ബ്രഹ്മാവിനെയാണല്ലോ ആദ്യം സൃഷ്ടിക്കണത്. കൽപ്പം തുടങ്ങുമ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് വായുവിലൂടെ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്ന്
1000 ചതുർയുഗം കഴിയണ വരെ അങ്ങനെ ശയിച്ചിട്ടാണ് ഈ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഓരോരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായിട്ടുള്ള ഋഷികളൊക്കെ ജനിച്ചു. അവരോടൊപ്പം ഞാനും ജനിച്ചു എന്ന് നാരദർ പറയാണ്. ദേവദത്താമിമാം വീണം സ്വരബ്രഹ്മവിഭൂഷിതം മൂർച്ഛയിത്വാ ഹരികഥാം ഗാനമാനാചര്യാചരാമ്യഹം പ്രഗായതാ സ്വവീര്യാണി തീർത്ഥപാദ പ്രിയശ്രവ आहूത ഇവ മേ ശീഘ്രം ദർശനം യാതി ചേതസി ഏതദധ്യാദുരാചിത്താനാം മാത്രാസ്പർശേച്ഛയാമുഹു ഭവസിന്ധുപ്ലവാദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം യമാധിപിർയോഗപഥൈ കാലലോപഹദോമുഹു മുകുന്ദസേവയാ യത്വത്തഥാത്മാധാ ന ശാമ്യതി. അസ്കന്ദിതവ്രതനിവൻ ത്രിലോകാന്തർബഹിശ്ചരൻ മഹാവിഷ്ണുപ്രീതിയാലിന്ന വിഘാത സദാഗതി ദേവദത്തമിതാ വീണ സ്വരബ്രഹ്മാവിഭൂഷിതം സഞ്ചരിപ്പേൻ ഹരികഥ പാടി വീണമീട്ടി ഞാൻ നിജവീര്യ പ്രഗാതാവാം എനിക്കേകുന്നു ദർശനം വിളിക്കപ്പെട്ടവൻ പോലെ തീർത്ഥപാദൻ പ്രിയശ്രവൻ. വിഷയാതുരചിത്തർക്കു ഭവസിന്ധു കടക്കുവാൻ ഒരൊറ്റത്തോണിയേയുള്ളൂ ഹരിചര്യാനുവർണ്ണനം. ബഹുദാ കാമലോഭാർത്തൻ യമയോഗാദ്യനുഷ്ഠയാൽ മുകുന്ദസേവയിൽ പോലെ നേടുന്നില്ലാത്മശുദ്ധിയെ. ജനിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ മഹാവിഷ്ണുവിൻ്റെ പ്രസാദം ഹേതുവായിട്ട് എന്ത് ചെയ്തു, ആ ബ്രഹ്മചര്യവ്രതത്തിന് യാതൊരു മുടക്കമില്ലാണ്ട് എപ്പോഴും ആ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഒരു തടസ്സവുമില്ലാണ്ട് 3 ലോകങ്ങളിലും ഞാനിതാ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് എന്നതാ പറയുകയാണ് വേദവ്യാസരോട്. ഞാൻ സഞ്ചരിക്കുന്നത് ഈശ്വരൻ്റെ ആജ്ഞാനുസരണമാണ്. ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് ഇതാ ഈശ്വരൻ്റെ നാമങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈശ്വര കഥകളെ പാടിക്കൊണ്ട് ഞാൻ സഞ്ചരിക്കുകയാണ്. ഈ വീണ നൽകിയതും ഭഗവാൻ തന്നെയാണ്. സപ്തസ്വരങ്ങളാകുന്ന ബ്രഹ്മം ആരോഹണ അവരോഹണ ക്രമത്തെ അനുസരിച്ചിട്ട് പുറപ്പെടുവിപ്പിച്ച് ഞാനിതാ അതിമനോഹരമായിട്ട് ഹരികഥ പാടിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ഭഗവാന്റെ മഹാത്മ്യത്തെ കീർത്തനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന എൻ്റെ മനസ്സിൽ ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന കീർത്തിയോട് കൂടിയിട്ടുള്ള ഈശ്വരൻ ശരിക്കും നാരദർ സ്വയം ആനന്ദിക്കുക മാത്രമല്ല, നാരദരുടെ ഭഗവാന്റെ കഥകളോ നാരദർ പറയുന്ന കഥകളും നാമങ്ങളൊക്കെ കീർത്തിക്കുന്നത് കേട്ടിട്ട് അവരോടൊപ്പം കൂടിയവർക്കും കൂടിയും ഭക്തി ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള നാരദർക്ക് ഇപ്പോൾ എപ്പോഴാണോ നാരദർ സ്മരിക്കുന്നത് അപ്പോഴൊക്കെ ഭഗവാൻ ദർശനം നൽകുകയാണ് എന്ന് പറയാം. പരന്മാർക്കുള്ള പ്രയോജനം എന്താണ് എന്ന് പറയാണ്. വിഷയങ്ങളെ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുമ്പോൾ ദുഃഖത്തിൽ സഞ്ചരിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് ആ സംസാര സമുദ്രത്തെ കടക്കാനുള്ളൊരു കപ്പൽ തന്നെയാണ് ഹരികഥ എന്ന് പറയുക. അപ്പോൾ ആരാണോ ഹരികഥ പറയുന്നത്, ആരാണോ ഹരികഥ കേൾക്കുന്നത്, അതിലൂടെ മാത്രമേ ഈ സംസാര സാഗരത്തിനെ സമുദ്രത്തെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നാരദ മുനി ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? എല്ലാവർക്കും ഇത് പാടി ഇത് പറ്റില്ല. പക്ഷെ ആരെങ്കിലും കേട്ടിട്ട് ഇതിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ട്
അവരൊക്കെ ആ ഭഗവാന്റെ പാദത്തോട്, കാരണം അവിടെ വന്ന് ആ ചാതുർമാസ്യക്കാലത്ത് ആ ഋഷീശ്വരന്മാർ ഈശ്വരകഥകളെ പറയുകയും പാടുകയും ചെയ്തത് കേൾക്കാനിടയായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ തനിക്ക് ലഭിച്ച ഈ അവസ്ഥ എല്ലാവർക്കും ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അദ്ദേഹം ഭഗവത് കഥകളെ മനോഹരമായിട്ട്, ആനന്ദപ്രദമായിട്ട്, ഹൃദ്യമായിട്ട്, പ്രേമത്തോടു കൂടിയിട്ട് പാടിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ഇത് കേട്ടിട്ട് ആർക്കൊക്കെയാണോ ഭക്തി ഉണ്ടാവുന്നത് അവരൊക്കെ ആ ഭഗവാന്റെ പാദത്തിൽ നാരദ മഹർഷിയെ പോലെ ഈശ്വരനിൽ വിലയം പ്രാപിക്കാനായിട്ട് ഇടവരും. അല്ലാത്തവരൊക്കെ ആ സംസാരത്തിൽ കിടന്ന് മുങ്ങിത്താണ് ദുഃഖിക്കാൻ ഇടവരും എന്ന് പറയാണ്. സർവം തദിതമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ ജന്മകർമ്മരഹസ്യം മേ ഭഗവതശ്ചാത്മതോഷണം. ഭവാൻ ചോദിച്ചതെന്തല്ല അതെല്ലാം ഉരിയാടി ഞാൻ, ജന്മകർമ്മരഹസ്യം മേ താങ്കൾക്ക് ആശ്വാസമേകുവാൻ. ഇപ്പം അങ്ങ് ചോദിച്ചില്ലേ വേദവ്യാസരെ, അങ്ങ് ചോദിച്ചില്ലേ, അതിനൊക്കെ ഞാനിതാ ഉത്തരം പറഞ്ഞു. കാരണം എന്തിനാ, അങ്ങക്ക് ആ ഈശ്വര കഥകളിൽ ഇഷ്ടം വരാനും ആ ഈശ്വര കഥയുടെ മഹത്വം ഒന്നും കൂടിയും അങ്ങക്ക് അറിയാത്തതല്ല, ജന്മകർമ്മരഹസ്യം ഒന്നും അങ്ങക്ക് അറിയാത്തെങ്കിലും അതിനെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു എന്ന് പറയാം. സൂത ഉവാച ഏവം സംഭാക്ഷ്യ ഭഗവൻ നാരദോ വാസവീസുതം ആമന്ത്രവീണാം രണയന്യയോ യാദൃശ്ചികോ മുനി. അഹോ ദേവർഷിധന്യോയം യത്കീർത്തിം ശാങ്കധന്വനാ ഗായന്മാദ്യന്യദം തന്ത്ര്യ രമയത്യാതുരം ജഗത്. സൂതൻ പറഞ്ഞു വ്യാസരോടിത്രയും ചൊല്ലി, ഭഗവൻ നാരദൻ മുനി യദൃശ്ചയാ യാത്രയായി വീണയും മീട്ടിയങ്ങിനെ. ധന്യ നിർദേവർഷി ധന്യനീ ദേവർഷി അഹോ ശാങ്കകീർത്തി പ്രചാരകൻ വീണമീട്ടി ശമിപ്പിപ്പു ലോകജീവിത സങ്കടം. അവിടെ ഒരു അക്ഷരത്തെറ്റുണ്ട്, ധന്യ നിർദേവ എന്നാണ് എഴുതിയേക്കണം, അങ്ങനെയല്ല, ധന്യനീ എന്ന് ഒരുമിച്ചാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ധന്യനീ ദേവർഷിയഹോ ശാങ്കീകീർത്തി പ്രചാരകൻ വീണമീട്ടി ശമിപ്പിപ്പു ലോകജീവിത സങ്കടം. അപ്പോൾ പറയണു ചോദിച്ചതും. അപ്പോൾ അത് ആ സൂതൻ പറയണു, അങ്ങനെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലാണ്ട് ലോകനന്മയ്ക്കായിട്ട് സഞ്ചരിക്കുന്ന ആ ഭഗവാൻ നാരദ മഹർഷി വേദവ്യാസ മുനിയോട് ഈ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ച് തൻ്റെ വീണയും എടുത്ത് ആ ഭഗവാന്റെ നാമങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് തിരിച്ച് അവിടെ നിന്നും യാത്രയായി. അപ്പോൾ പറയണു, ഹരികഥയെ ഗാനം ചെയ്യുന്ന നാരദ മഹർഷിയുടെ ഭാഗ്യത്തെ ആ സൂതൻ അവിടെ പറയാണ്, എന്തൊരു ധന്യനാണ്, ശ്രീഹരിയുടെ കീർത്തിയെ വീണ കൊണ്ട് ഗാനം ചെയ്ത് സന്തോഷിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവനോ സ്വയം സന്തോഷിക്കുകയാണോ ചെയ്യണത്? അല്ല, ഈ ലോകത്തെയും ആനന്ദിപ്പിക്കാനുമായിട്ട് ലോകം മുഴുവനും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നാരദ മഹർഷിയുടെ ഭാഗ്യം എത്ര പറഞ്ഞാലാ തീരുക, മഹാഭാഗ്യം തന്നെയാണ്. കാരണം അവനവൻ സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഉതകുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഈശ്വര കഥയാണ്, ഹരികഥയാണ്, ആ തിരുനാമ സങ്കീർത്തനാണ്. അതാണല്ലോ ആ ദേവർഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ ഷഷ്ടോധ്യായ സമാപ്തം. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ വ്യാസനാരദ സംവാദമായിട്ടുള്ള ഷഷ്ടാധ്യായം ഇവിടെ സമാപിച്ചു. നമുക്ക് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ നാരദർ തൻ്റെ ആ ഈശ്വരനാമം പ്രകീർത്തിക്കുകയും ഈശ്വര കഥകൾ കേൾക്കുകയൊക്കെ ചെയ്യണതിൻ്റെ ആ പുണ്യം സ്വന്തം അനുഭവത്തിൽ അല്ലേ. നമ്മൾക്ക് ഇപ്പോൾ പറയുമ്പോൾ
അവർക്ക് അങ്ങനെ ഉണ്ടായി, ഇവർക്ക് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അവർ പറഞ്ഞ് കേട്ടിട്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ കഥകൾ പറയുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഓരോ ആ യുഗത്തിലെ ഈ രാജാവ്, ഈ യുഗത്തിലെ ഈ രാജാവ് എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയുള്ള പലർക്കും പല പല അനുഭവങ്ങളുണ്ടല്ലേ. നമ്മളുടെ അങ്ങനെയുള്ള എനിക്ക് ഈ അനുഭവം ഉണ്ടായെന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. അവനവനുണ്ടായ അനുഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനവൻ അതനുസരിച്ചിട്ട് നടക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് തീരുക ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും ആ നാരദ മഹർഷിയെ പോലെ ആവണം. ലോകത്തിൻ്റെ നന്മയെ കാക്ഷിച്ചുകൊണ്ട് ആ ലോകത്തിൻ്റെ ദുഃഖങ്ങളെ തീർക്കാനുള്ള ഈ ഹരികഥയെ പാടി പറഞ്ഞ് നടക്കാനായിട്ട് സാധിക്കണം. അതുതന്നെയാണ് ഭാഗവതാചാര്യന്മാരൊക്കെ അല്ലേ പാടുമ്പോൾ ആ വാഴവന്നം തിരുമേനിയുടെ വരികളെ എപ്പോഴും അനുസ്മരിച്ചിട്ട് പറയില്ലേ, ഈ ലോകത്തിൽ മുഴുവനും എന്താണ് കല്ലു വിൽക്കും ജോലിക്കെന്നെ ലോകം തോറും ചുറ്റിപ്പിക്കുമോ എന്ന് പാടണില്ലേ. ആ ഭഗവാന്റെ ആ നീലക്കൽ കല്ലു വേണോ, നീല നിറം കോലും നല്ല കല്ലു വേണോ, മല്ല വൈരിപ്പേരോലുന്ന കല്ലു വേണമോ, ഭവസൂനോ കല്ലു വിൽക്കും ജോലിക്കെന്നെ, ഭവസൂനോ ലോകം തോറും ചുറ്റിപ്പിക്കുമോ. ആ ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ അങ്ങയുടെ ആ കഥകളെ പറഞ്ഞുകൊണ്ട് എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കണം ശ്രീനാരദരെ പോലെയെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. നമ്മൾ മറ്റുള്ള നമ്മുടെ വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടുമൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ വിഷമങ്ങളും സങ്കടങ്ങളും കാരണം ഇപ്പോൾ നമ്മൾ പറയണു ആരുടെയും ഒന്നിൻ്റെയും ദുഃഖത്തിനും സുഖത്തിനും നിമിത്തമല്ല, കാരണമല്ല എന്ന് പറഞ്ഞാലും ആ ലൗകികത്തിൽ മുഴുകി കഴിയണവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴോ ഒരു വാക്ക് നമ്മൾ പറയുമ്പോഴോ അത് അവർക്ക് അനിഷ്ടമായാൽ അവർക്ക് അത് അങ്ങനെ ഒരു അനിഷ്ടം ഉണ്ടായിട്ട് അങ്ങനെ ഒരു ദുഃഖിക്കണം എന്നുള്ളത് അവരുടെ കർമ്മപ്രാരാബ്ധമാണെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയില്ല, മനസ്സിലാവില്ല. അപ്പം നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ പോലും മറ്റുള്ളവർക്കൊരു വിഷമമില്ലാണ്ട് എപ്പോഴും എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിത്തീരണം. അതിന് വേണ്ടിയിട്ട് വേറെ എന്തു തന്നെ ആയാലും അത് സാധിക്കില്ല. പക്ഷേ യാതൊന്നും ഇച്ഛിക്കാണ്ട് ഈശ്വര കഥകളെ പറയുകയും കേൾക്കുകയും ചെയ്താൽ അതിന് സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും കേൾക്കാൻ കൊതിയോടുകൂടി കാത്തിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെ ഉള്ളിലിരുന്നും ശ്രീ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്ല് വിൽക്കണ ആ ജോലിക്ക് ലോകം മുഴുവൻ ചുറ്റിപ്പിക്കണേ എന്നുള്ള ആ പ്രാർത്ഥന തന്നെയാണ് നമുക്കുള്ളത്. ആ ഭഗവാൻ അത് വേണ്ടതുപോലെ കേൾക്കാൻ ഭഗവാന് ആ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മുല്ലോർലിത്തേവരേ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. സർവേശ്വരമംഗലത്തപ്പ ശരണം. സാധ്യം രാധാ സാധനം യശി രാധാ മന്ത്രോ രാധാ മന്ത്രോ സർവം രാധാ ജീവനം യശി രാധാ.